മരുന്നുകളില്ലാതെ പ്രമേഹം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ? ഇനി അഥവാ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മരുന്നുകൾ എപ്പോൾ തുടങ്ങണം, എത്ര നാൾ കഴിക്കണം, എപ്പോൾ മരുന്നുകൾ നിർത്തണം? ഇനി സപ്പോസ് മരുന്നുകൾ കഴിക്കാൻ താല്പര്യമില്ലാതെ തന്നെ ഇരിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മരുന്നുകൾ കഴിക്കാതെ അസുഖങ്ങൾ മൂർച്ഛിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം പ്രമേഹത്തെ മരുന്നുകളില്ലാതെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായ മാർഗങ്ങളൊക്കെ ഉണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയുന്ന പലർക്കും തുടക്കത്തിൽ പ്രമേഹത്തിന് മരുന്ന് കഴിക്കാൻ മടിയുള്ളവരാണ്. പ്രമേഹത്തിന് മരുന്ന് കഴിക്കണം എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രീയമായ നിർദ്ദേശം. പ്രത്യേകിച്ചും നിങ്ങളുടെ HbA1c 6.2 മുകളിലും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126 മുകളിലുമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കുന്നത് ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷേ മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ. എനിക്കറിയുന്ന നല്ലൊരു ശതമാനം ആൾക്കാർക്കും തുടക്കത്തിൽ പ്രമേഹത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ മരുന്ന് കഴിക്കാൻ വളരെ മടിയാണ്. അതിന് ചില പ്രധാനപ്പെട്ട ന്യായീകരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ മരുന്നുകൾ നിർത്താൻ കഴിയില്ല, ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും എന്നുള്ള ഒരു പൊതുവായ ചിന്താഗതിയാണ്. മറ്റൊന്ന്, മരുന്നുകളോടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് ഇഫക്റ്റിനോടുള്ള ഒരു ഭയം തന്നെയാണ്. തീർച്ചയായിട്ടും പല മരുന്നുകൾക്കും അതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ടാവാം. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് വളരെ കൂടുതലാണെങ്കിൽ പോലും സൈഡ് ഇഫക്ട്സിനോട് മാത്രം കൺസേൺഡ് ആയിട്ട് സൈഡ് ഇഫക്റ്റുകളെ ഒഴിവാക്കാൻ വേണ്ടി മരുന്നുകൾ കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റൊന്ന്, പൊതുവായി മരുന്നിനോട് ഒരു അകാരണമായി വിരോധം സൂക്ഷിക്കുന്ന ആൾക്കാർ. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മരുന്ന് കഴിക്കില്ല എന്ന് പിടിവാശി എടുക്കുന്ന ചില ആൾക്കാരുണ്ടാവാം. ഇനി അതുമല്ലെങ്കിൽ ഒരു പക്ഷേ ഈ അസുഖത്തെ കുറച്ച് ലാഘവത്തോടെ കാണുന്നത് കൊണ്ടും ആവാം. കാരണം പ്രമേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സാർവത്രികമായ രോഗമാണ്. ഒരുപാട് ആൾക്കാർക്ക് പ്രമേഹമുണ്ട്. അതുകൊണ്ട് നമ്മളതിന് പലപ്പോഴും ലൈറ്റായിട്ട് എടുക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ കറണ്ടില്ല, തൊട്ടടുത്ത വീടുകളിലും കറണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയത് അത്ര വലിയൊരു ഗൗരവമുള്ള വിഷയമായിട്ട് എടുക്കണമെന്നില്ല. പിന്നെ പലപ്പോഴും ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലും മെഡിക്കൽ മേഖലകളിലും ഒക്കെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള, അകാരണമായ മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചൂഷണങ്ങളും വാല്യൂ സിസ്റ്റംസിലൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ആൾക്കാരും ഇനിഷ്യലി പ്രമേഹത്തിന് മരുന്ന് കഴിക്കാറില്ല. പക്ഷേ മരുന്ന് കഴിക്കാറില്ല എന്നുള്ളൊരു ഭാഗത്ത്, പക്ഷേ മരുന്നിന് പകരം ചെയ്യേണ്ട പല കാര്യങ്ങളും അവർ ചെയ്യാറുമില്ല. അതായത് ഉത്തരത്തിൽ ഉള്ളത് എടുക്കുകയും വേണം, എന്നാൽ കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്, ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രമേഹത്തിന് മരുന്ന് കഴിക്കാൻ മടിയാണ് എങ്കിൽ, പ്രത്യേകിച്ചും തുടക്ക കാലഘട്ടങ്ങളിൽ, നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാനിത് സംസാരിക്കുന്നതിന് ഒരു പ്രാധാന്യമുണ്ട്. 15 വർഷത്തെ ഹാർമണിയുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളടുത്ത് വരുന്ന പല ക്ലയൻസും, പ്രത്യേകിച്ചും 7.5-നും 8-നുമൊക്കെ മുകളിൽ HbA1c വാല്യൂസ് ഉള്ള പല ക്ലയൻസും നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന 5 പ്രധാനപ്പെട്ട സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൂടെ ഓൺ ആൻ ആവറേജ് ഒരു 90 ദിവസം കൊണ്ട് അവരിൽ പലരുടെയും HbA1c 5.6 താഴെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. വിത്തൗട്ട് പിൽസ് ഓർ വിത്തൗട്ട് ഈവൻ ഇഞ്ചെക്ഷൻസ്, മരുന്നുകളുടെ ഉപയോഗം ഇല്ലാതെ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. അതായത് മരുന്ന് പോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള, മെഡിസിൻ പോലെ കൺസിഡർ ചെയ്യാവുന്ന 5 പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 90 ദിവസം എന്ന് പറഞ്ഞു. ഒരു പക്ഷേ കുറച്ച് ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാവാം. എന്നാലും ഇവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആസ്പെക്റ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ മാക്രോ ന്യൂട്രിയൻറ്റുകളുടെ ചേരുവ ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. ഞാനൊന്ന് വിശദീകരിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും 3 മാക്രോ ന്യൂട്രിയൻ്റാണ് ഉള്ളത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ്, മറ്റൊന്ന് പ്രോട്ടീൻ, മറ്റൊന്ന് ഫാറ്റ്. പൊതുവേ നമ്മളുടെയൊക്കെ ഭക്ഷണക്രമം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു 70% അറിഞ്ഞോ അറിയാതോ അന്നജമാണ്. അതും കുറച്ച് മോശമായ അന്നജങ്ങളാണ്. വളരെ കുറച്ച് മാത്രം പ്രോട്ടീനും പേടിച്ച് കഴിക്കുന്ന കുറച്ച് ഫാറ്റും മാത്രമാണ് ഒരു ശരാശരി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിനൊന്ന് മാറ്റണം. അതിൽ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ഈ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ, അന്നജമടങ്ങുന്ന ഭക്ഷണത്തിൽ ഒരു ഗൗരവമുള്ള കുറവ് വരുത്തുക എന്നുള്ള ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ കൊണ്ടുവരണം. ഏറ്റവും പ്രാധാന്യമുള്ളത് അന്നജം കൂടുന്ന ഭക്ഷണങ്ങളെല്ലാം ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനൊരു ക്രമമായിട്ടുള്ളൊരു പ്രോസസ്സ് ആവശ്യമാണ്. ഒന്ന്, റിഫൈൻഡ് ആയിട്ടുള്ള ധാന്യങ്ങളെല്ലാം, വെളുത്ത അരി, അതുപോലെ ഗോതമ്പുകൾ,
മില്ലറ്റ്സുകൾ ഒക്കെ തന്നെ കുറയ്ക്കണം. കഴിക്കരുതെന്നല്ല പറഞ്ഞത്, വളരെ സബ്സ്റ്റാൻഷ്യലായിട്ട് കുറയ്ക്കണം. അതുപോലെ തന്നെ മധുരമുള്ള പഴങ്ങൾ നല്ലതാണ്. പക്ഷേ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പ്രമേഹമുള്ള ആൾക്കാരെ സംബന്ധിച്ച് പഴങ്ങൾ അവരുടെ ഡയറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നല്ല. മധുരമുള്ള പഴങ്ങൾ, ഇപ്പോൾ മാങ്ങയാവാം, അല്ലെങ്കിൽ വാഴപ്പഴമാവാം, പൈനാപ്പിൾ ആവാം, പപ്പായ ആവാം, ചുവന്ന ആപ്പിളുകളാവാം, ഇങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കി പഴങ്ങളുടെ അളവ് കുറവ് വരുത്തുക. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം, ഏറ്റവും സുപ്രധാനമായിട്ട് മുൻഗണന കൊടുക്കേണ്ട മാക്രോ ന്യൂട്രിയൻ പ്രോട്ടീനാണ്. പ്രോട്ടീൻ കേന്ദ്രീകൃതമായിട്ടൊരു ഭക്ഷണക്രമത്തിലോട്ട് മാറണം. നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് 30-30-30, അതായത് ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഡിന്നറിലും ശരാശരി ഒരു 30 ഗ്രാമെങ്കിലും പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണക്രമത്തിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണത്തിൽ അത്യാവശ്യം നല്ല കൊഴുപ്പുകൾ ഉണ്ടാവുക എന്നുള്ളത്. കൊഴുപ്പിനെ ഭയക്കേണ്ട കാര്യമില്ല. പലപ്പോഴും കൊഴുപ്പിനോട് നമുക്ക് വലിയൊരു ഭയമാണ്, ഭയങ്കര ആശങ്കയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രോട്ടീനോടൊപ്പം വരുന്ന കൊഴുപ്പുകൾ എപ്പോഴും ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മുട്ടയിലുള്ള കൊഴുപ്പുകൾ, നട്ട്സിലുള്ള കൊഴുപ്പുകൾ, അത്തരത്തിലുള്ള കൊഴുപ്പുകളോട് ചേർന്ന് വരുന്ന പ്രോട്ടീൻ സാധാരണ പ്രോട്ടീനേക്കാളും കുറച്ചുകൂടെ പവർഫുള്ളാണ്. അത് കുറച്ചുകൂടെ അനബോളിസം ഉണ്ടാക്കുന്ന, അതായത് ശരീരത്തിലെ പേശികളുടെയും മറ്റ് കോശങ്ങളുടെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറഞ്ഞ അളവിലുള്ള അന്നജവും നല്ല ഉയർന്ന അളവിലുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും അടങ്ങുന്ന ഒരു മാക്രോ ന്യൂട്രിയൻ കോമ്പോസിഷൻ അടങ്ങുന്ന ഒരു ഭക്ഷണക്രമത്തിലോട്ട് മാറുക, അതൊന്ന് ശീലിച്ചെടുക്കുക. അത് നമുക്ക് രുചികരമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പറ്റുന്ന ഒരു ഭക്ഷണ രീതിയായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലൈഫ് സ്റ്റൈൽ ഡയറ്ററി മോഡിഫിക്കേഷൻ. ഇത്തരമൊരു ഭക്ഷണക്രമത്തിലോട്ട് നിങ്ങൾക്ക് കടന്നു വരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു വളരെ രസകരമായിട്ടുള്ളൊരു ഹാർമണി ഡയറ്ററി പ്രിൻസിപ്പിളാണ് 1G ഡയറ്റ്. 1G ഡയറ്റ് അതായത് ഒരു നേരം മാത്രം ഗ്രെയിൻസ് കഴിക്കാമെന്നുള്ളത്. 3 നേരം ഗ്രെയിൻസ് കഴിക്കലിൽ നിന്ന് ഒരു നേരം മാത്രമുള്ള ഒരു ഗ്രെയിൻസ് ഡയറ്ററി പാറ്റേണിലോട്ട് മാറാൻ സാധിക്കുന്ന, അതിനെ അഡ്വൈസ് ചെയ്യുന്ന നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡിഫിക്കേഷൻ എക്സസൈസാണ്. എന്ത് തരത്തിലുള്ള എക്സസൈസാണ് ചെയ്യേണ്ടത്? ഒരു കാര്യം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടരുക. മേ ബി നടത്തമായിരിക്കാം, അല്ലെങ്കിൽ ട്രെഡ്മില്ലായിരിക്കാം, അല്ലെങ്കിൽ യോഗയായിരിക്കാം. അത് തുടരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് മാത്രം പോരാ. എന്തുകൊണ്ടാണ് അത് മാത്രം പോരാണ്ടെന്ന് പറയാൻ കാരണം, നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് നിങ്ങളുടെ ശരീരത്തിലെ ഇപ്പോഴത്തെ പേശികളുടെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് പേശികളുടെ മാസ്, സ്ട്രെങ്ത് അല്ല. സ്ട്രെങ്തിനോടൊപ്പം മാസ് വർദ്ധിക്കണം. മസിൽ സെൻട്രിക് ആയിട്ടുള്ള എക്സസൈസിൻ്റെ പ്രാധാന്യം എന്താണ്? വളരെയധികം പ്രാധാന്യമുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് അടങ്ങുന്നത് പേശികളിലെ കോശങ്ങളിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസിനെ വിന്യസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നമ്മുടെ പേശികളാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ 80% ഗ്ലൂക്കോസും എത്തിച്ചേരേണ്ടത് പേശികളാണ്. അപ്പം പേശികളിലോട്ട് ഗ്ലൂക്കോസ് കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ ആ പേശികളുടെ ഭിത്തിയിലടങ്ങുന്ന ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വളരെ ആക്റ്റീവാണ്. ഏറ്റവും കൂടുതൽ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഉള്ളത് മസിൽ സെൽസിലാണ്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മസിൽ സെൽസിലെ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വളരെയധികം ആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ രക്തത്തിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഗ്ലൂക്കോസിന് മസിൽസിലോട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, എക്സസൈസ് ചെയ്യുമ്പോൾ പേശികളുടെ കോശങ്ങൾക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു എൻസൈമുണ്ട്, AMPK. ഒരു സെല്ലുലാർ മെറ്റബോളിസത്തെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു എൻസൈമാണ് AMPK. എക്സസൈസ് ചെയ്യുമ്പോൾ AMPK വളരെയധികം ആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ രക്തത്തിൽ നിന്ന് കൂടുതൽ ഗ്ലൂക്കോസ് കോശങ്ങളുടെ ഉള്ളിലോട്ട് മാറപ്പെടും. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശരീരത്തിന് വളരെ എളുപ്പമാണ്. മറ്റൊന്ന്, ഇതുപോലെ തന്നെ ഇൻസുലിനോട് പ്രതികരിക്കുന്ന കോശങ്ങൾക്കകത്തുള്ള മറ്റൊരു ഘടകമാണ് GLUT4. ഈ GLUT4 ഗ്ലൂക്കോസിനെ പേശികളുടെ ഉള്ളിലോട്ട്, പേശികളുടെ കോശങ്ങളിലോട്ട് സ്വീകരിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനമാണ്. എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിൽ GLUT4ൻ്റെ ആക്ടിവിറ്റിയും വളരെയധികം ഹൈ ആയിരിക്കും. ഏതാണ്ട് മെറ്റ്ഫോർമിൻ, സാധാരണ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന മരുന്നാണ് മെറ്റ്ഫോർമിൻ. മെറ്റ്ഫോമിൻ്റെ പ്രവർത്തനവും ഈ AMPKയിലും അതുപോലെ തന്നെ GLUT4ൻ്റെയും ആക്ടിവേഷനാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എക്സസൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെറ്റ്ഫോമിനെ പോലെയോ അല്ലെങ്കിൽ മെറ്റ്ഫോമിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ളൊരു ഡ്രഗാണ്. അതായത് നമ്മളുടെ കോശങ്ങളിലോട്ട് ഗ്ലൂക്കോസിനെ സ്വീകരിച്ച് കോശങ്ങൾക്കകത്ത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന മൈറ്റോകോൺട്രിയൽ ബയോജെനിസിസ് എന്നുള്ള ആ കെമിക്കൽ പ്രോസസ്സിനെ, ഒരു ബേസിക് ഫിസിയോളജിക്കൽ പ്രോസസ്സിനെ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത് എക്സസൈസാണ്. അതും മസിൽ സെൻട്രിക് ആയിട്ടുള്ള എക്സസൈസുകൾ. അതോടൊപ്പം ചെയ്യാവുന്ന 1-2 ശക്തമായ പൊടിക്കൈകളുണ്ട്. അതിലൊന്ന്,
നിങ്ങൾ കഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മീൽ, ചിലപ്പോൾ അത് ഉച്ചഭക്ഷണമായിരിക്കാം, ഏറ്റവും മെയിൻ മീലിന് ശേഷമെങ്കിലും ഒരു 10 മിനിറ്റ് ഒരു ബ്രിസ്ക് വാക്കിംഗ് ആഫ്റ്റർ ദ മെയിൻ മീൽ നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും അതുപോലെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ സ്പൈക്കിങ്ങിനെയും വളരെയധികം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണെന്ന് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുണ്ട്. അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു പൊടിക്കായി ഒരു ദിവസം ഒരു 3, 4, 5 തവണയെങ്കിലും ഒരു ഷോർട്ട് സ്പെൽ ഓഫ് ഒരു എക്സസൈസ്, നമ്മളതിനെ വിളിക്കുന്നത് എക്സസൈസ് സ്നാക്കിംഗ് എന്നാണ്. 1, 2 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. മേ ബി അത് ഭക്ഷണത്തിന് ശേഷമോ ഭക്ഷണത്തിന് മുമ്പോ ഒരു 3, 4, 5 തവണകളിൽ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഇൻസുലിൻ മാനേജ്മെൻറ്റ് മെത്തേഡാണ്. ഈ സ്നാക്കിംഗ് എന്താണെന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം ഷെയർ ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ ചില അപര്യാപ്തകൾ, ചില ഇൻബാലൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂള് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റുകളാണ്. ഒരുപക്ഷേ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റിൻ്റെ സയൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ഭക്ഷണത്തിനോടൊപ്പം ചില സ്പെസിഫിക് ആയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സിനെ നമുക്ക് ഓഗ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് അതിനോടൊപ്പം കോംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മെഗ്നീഷ്യം, അതുപോലെ ബി കോംപ്ലെക്സ്, ഒരു ബ്രോഡ് സ്പെക്ട്രം ബി കോംപ്ലെക്സ്, അതുപോലെ വൈറ്റമിൻ ഡി, ഒമേഗ 3, മേ ബി ആവശ്യമായ ഘട്ടങ്ങളിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ. ഇത് ഭക്ഷണത്തിനോടൊപ്പം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മളുടെ ഡയറ്റിൽ കൂടെ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളൊരു ഒപ്റ്റിമൽ ന്യൂട്രീഷനെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ ഒരു മോഡിഫിക്കേഷൻ ഫാക്ടറായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുന്നത്, കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാമെങ്കിലും സ്റ്റഡീസിൽ വളരെയധികം ബെനഫിഷ്യലാണെന്ന് കണ്ടെത്തിയ ഒന്നാണ്. അത് നമ്മൾ എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈറ്റിംഗ് വിൻഡോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അന്നജത്തിൻ്റെ അളവ് ഒന്ന് ക്രമീകരിച്ച് പ്രോട്ടീൻ്റെ അളവ് ഒന്ന് കൂട്ടി ഹെൽത്തി ഫാറ്റ് ഒന്ന് കൂട്ടി അത് ചെയ്യാമെങ്കിൽ, അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ കുറവുള്ള പോഷകങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം കഴിക്കുന്ന സമയത്തിൽ നടത്തേണ്ട ചില ഇൻ്റർവെൻഷൻസാണ്. നിങ്ങളുടെ ഈറ്റിംഗ് വിൻഡോ, അതായത് ഭക്ഷണം കഴിക്കുന്ന സമയം ഒരു 10 മണിക്കൂറായിട്ടൊന്ന് കുറയ്ക്കാൻ സാധിച്ചാൽ, അതെന്തുമായിക്കോട്ടെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈറ്റിംഗ് വിൻഡോ എത്രയാണ് അതൊന്ന് കുറച്ചിട്ട് ഒരു 10 മണിക്കൂറിലോട്ട് കുറച്ചെടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ നിങ്ങളുടെ ഡിന്നറിനെ, നിങ്ങളുടെ അത്താഴത്തിനെ അറ്റ്ലീസ്റ്റ് കിടക്കുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് നിങ്ങൾ നിർത്താൻ സാധിച്ചാൽ അതും വളരെയധികം ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഗ്ലൂക്കോസ് മാനേജ്മെൻറ്റിനെയും അതുപോലെ തന്നെ ഇൻസുലിൻ പെർഫോമൻസിനെയും. സോ വർക്ക് ഓൺ യുവർ ഈറ്റിംഗ് വിൻഡോ ആൻഡ് ദ ഫാസ്റ്റിംഗ് വിൻഡോ. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, പലപ്പോഴും ഇത് പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ട്. പലപ്പോഴും പല മെഡിക്കൽ സർക്കിളുകളിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ പോലും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് ഉറക്കവും നമ്മളുടെ മാനസികാരോഗ്യവും. ഇന്നത്തെ ഹെക്റ്റിക് ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഉറക്കം തന്നെയാണ്. നമ്മുടെ ജോലി, കുടുംബകാര്യങ്ങൾ, യാത്രകൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ പേഴ്സണൽ ടൈമും എൻ്റർടൈൻമെൻറ്റും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പലപ്പോഴും ഉറക്കത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ശരീരത്തിനൊട്ടും അനുവദിക്കാവുന്ന ഒന്നല്ല ഇത്. യു നീഡ് ക്വാളിറ്റി സ്ലീപ്പ്. പൂർ സ്ലീപ്പും അതുപോലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള നമ്മളുടെ ഒരു ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്ങും നമ്മളുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഹോർമോണായിട്ടുള്ള കോർട്ടിസോളും അതുപോലെ അഡ്രിനലിനും തുടങ്ങിയിട്ടുള്ള പല ഹോർമോണേയും സ്വാധീനിക്കും. നിങ്ങൾക്കറിയാമോ, ശരീരത്തിൽ എപ്പോഴും ഉയർന്ന അളവിൽ കോർട്ടിസോൾ ഉണ്ടെങ്കിൽ, സമ്മർദ്ദം മൂലമോ മോശമായ ഉറക്കം മൂലമോ ഉണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഗ്ലൂക്കോസ് അത് കൂടുതലും ഇരിക്കുന്നത് കരളിലാണ്, ഗ്ലൈക്കോജൻ്റെ ഫോർമാറ്റിലാണ്. ഇത്തരത്തിലുള്ള ഉയർന്ന കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ കരളിൽ നിന്ന് ഗ്ലൈക്കോജനെ മാറ്റി ഗ്ലൂക്കോസാക്കി രക്തത്തിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടെ അല്ലാതെ തന്നെ രക്തത്തിൽ ഗ്ലൂക്കോസ് കടന്നു വരാനുള്ള സാധ്യതകളാണ് അത് തുറന്നിടുന്നത്. അതുകൊണ്ട് ഉറക്കവും നമ്മുടെ മാനസികാരോഗ്യം ഡെഫിനറ്റ്ലി അഡ്രസ്സ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാനീ പറഞ്ഞ 5 പ്രധാനപ്പെട്ട മോഡിഫിക്കേഷൻസ് ചെയ്യാൻ സാധിച്ചാൽ ഹാർമണിയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മെറ്റബോളിക് ഹെൽത്തിനെ ഡീൽ ചെയ്യുന്ന പല സെൻറ്റേഴ്സും പ്രൂവ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മെഡിസിനെ പോലെ തന്നെ, അല്ലെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഒരു ഓൺ ആൻ ആവറേജ് ഒരു 90 to 100 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു പ്രധാനപ്പെട്ട ഡിസ്ക്ലൈമറോടെ പറയട്ടെ. ഒരു പക്ഷേ നിങ്ങളുടെ ആരോഗ്യവും ശാരീരിക അവസ്ഥയും കണക്കിലെടുത്ത് നിങ്ങളുടെ ഡോക്ടർ കർശനമായിട്ട് നിങ്ങളുടെ മരുന്ന് ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യണം.
പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, മരുന്ന് കൊണ്ട് മാത്രം നമ്മളുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇത്തരത്തിൽ മരുന്നുകളോടൊപ്പം ജീവിതശൈലിയിലെ പല പ്രധാനപ്പെട്ട ഘടകങ്ങളെയും വളരെ മനോഹരമായിട്ട്, വളരെ എൻജോയബിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പേർട്ട് അഡ്വൈസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് പതുക്കെ വീൻ ചെയ്ത് നിങ്ങൾക്ക് മരുന്നുകളില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ഗ്ലൂക്കോസ് മെറ്റബോളിസം, അതായത് നിങ്ങളുടെ HbA1c 5.6 താഴെ, നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ 7 താഴെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു ഗ്ലൂക്കോസ് മെറ്റബോളിസം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഇന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടൊരു കാര്യം കൂടിയാണ്.